രാവിലെ മുതൽ പോലീസിനെ വട്ടം കറക്കിക്കൊണ്ട് ജയിൽ ചാടി നാട്ടിലേക്ക് ഇറങ്ങിയ കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമി പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ തളാപ്പിലെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ണൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദസ്വാമിക്കായി പോലീസ് വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് നടത്തി. ഇതിനിടെ തളാപ്പ് പരിസരത്ത് വെച്ച് ഒരു കൈയില്ലാത്ത ഒരാളെ നാട്ടുകാർ സംശയകരമായ രീതിയിൽ കണ്ടിരുന്നു. അവർ ഗോവിന്ദസ്വാമി എന്ന് ഉറക്കെ വിളിച്ചോടെ ഇയാൾ സമീപത്തെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്ത് കൂടി. നാട്ടുകാർ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. തളാപ്പിലുള്ള കണ്ണൂർ DCC ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഗോവിന്ദസ്വാമിയെ കണ്ടതായുള്ള ആദ്യ സൂചനകൾ ലഭിച്ചത്. 9 മണിയോടെയാണ് ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടത്. ഗോവിന്ദസ്വാമി ജയിൽ ചാടിയെന്ന വാർത്ത ഇതിനോടകം തന്നെ നാട്ടിലെല്ലാം അറിഞ്ഞിരുന്നു. അയാൾ ധരിച്ചിരുന്ന വേഷവും ഒക്കെ CCTV ദൃശ്യങ്ങളിലൂടെ ചാനലുകൾ പുറത്തുവിട്ടിരുന്നു. അങ്ങനെയാണ് ഇത് ഗോവിന്ദസ്വാമിയാണെന്ന് സംശയം തോന്നിയ ഒരു ഓട്ടോ ഡ്രൈവർ പേര് വിളിച്ചു പറഞ്ഞു. അതിനെ തുടർന്ന് ഇയാൾ ഓടിയെന്നും ദൃക്സാക്ഷികൾ പറയും. തുടർന്ന് തളാപ്പ് മേഖലയിലെത്തിയ പോലീസ് ആളൊഴിഞ്ഞ വീട് വളഞ്ഞ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ജയിലിൽ നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ഇയാളെ കണ്ടെത്തിയത്. വെള്ളയിൽ വരകളുള്ള ഷർട്ടാണ് ഇയാൾ ധരിച്ചതെന്നും ഇയാൾക്ക് ഒറ്റയ്ക്കാനുള്ളതെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. എന്നാൽ കിണറ്റിൽ നിന്നും പിടികൂടുമ്പോൾ ഇയാൾക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല. DIG യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടിയത്. 4.5 മണിക്കൂറിനുള്ളിലാണ് ഇയാളെ പോലീസ് കണ്ടെത്തുന്നത്. കിണറ്റിൽ നിന്ന് പോലീസ് കണ്ടെത്തുന്നതിൽ നിർണായകമായത് സെക്യൂരിറ്റി ജീവനക്കാരനായ ഉണ്ണിയുടെ ഇടപെടലാണ്. രാവിലെ 10:30 ഓഫീസിന് താഴെയുള്ള കിണറിൽ നിന്നാണ് ഗോവിന്ദസ്വാമിയെ താൻ കണ്ടതെന്ന് ഉണ്ണി പറയും. ആദ്യം താനും മറ്റൊരു ഉദ്യോഗസ്ഥയും പോയി കിണറ്റിൽ പരിശോധിച്ചപ്പോൾ കിണറ്റിൽ ആരെയും കണ്ടിരുന്നില്ലെന്നും എന്നാൽ സംശയം തോന്നി ഒന്നുകൂടി നോക്കിയപ്പോഴാണ് ഗോവിന്ദസ്വാമിയെ കണ്ടതെന്നും ഉണ്ണി പറയും. വിവരം പുറത്തു പറഞ്ഞാൽ കുത്തിക്കൊല്ലുമെന്ന് ഗോവിന്ദസ്വാമി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ താൻ ആളുകളെ വിളിച്ചു കൂട്ടുകയായിരുന്നുവെന്നാണ് ഉണ്ണി പറയുന്നത്. ജയിലിലെ CCTV പരിശോധിച്ചപ്പോൾ ഇന്ന് പുലർച്ചെ 4:15-നും 6:30-ക്കും ഇടയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദസ്വാമി ചാടിപ്പോയതെന്ന് വ്യക്തമായിരുന്നു. അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിലെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത്. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലെ 10B ബ്ലോക്കിലാണ് ഇയാളെ പാർപ്പിച്ചത്. 7 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള മതിലിൽ കിടക്കവിരി കെട്ടിയാണ് ഇയാൾ ചാടിയത്. മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള ഫെൻസിംഗും ഉണ്ടായിരുന്നു. ഗോവിന്ദസ്വാമിക്ക് ജയിൽ ചാടാനായി സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പുലർച്ചെ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് ഗോവിന്ദസ്വാമിയെ കാണാതായെന്ന് മനസ്സിലാക്കുന്നു. തമിഴ്നാട് വിരുദാചലം സ്വദേശിയാണ് ഗോവിന്ദസ്വാമി. ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസിലും കേസുകളുണ്ട്. എന്നാൽ അവിടുത്തെ രേഖകളിൽ ഇയാളുടെ പേര് ചാർലി തോമസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ മോഷണ കേസുകളിലും ഇയാൾ പ്രതിയാണ്. ഒരു ഭിക്ഷാടന മാഫിയ തന്നെ ഇയാൾക്ക് പിന്നിലുണ്ടെന്നാണ് സൂചനകൾ. തീർച്ചയായും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇയാൾക്ക് കണ്ണൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും പുറത്തു കടക്കാൻ സാധ്യമല്ല എന്ന കാര്യവും ഉറപ്പാണ്. കീഴ്ക്കോടതികൾ വധശിക്ഷയ്ക്ക് വിധിച്ച ഇയാൾക്ക് അത് ഒഴിവായി കിട്ടിയത് സുപ്രീം കോടതിയിൽ പോയപ്പോഴാണ്. ജയിൽ ചാടിയോ അല്ലെങ്കിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞോ ഇത്തരം കൊടും ക്രിമിനലുകൾ സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്നത് അപകടം തന്നെയാണ്. ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായവരുടെ കുടുംബം പറയുന്നത് ഈ ജയിൽ ചാട്ടം കൂടി കണക്കിലെടുത്ത് ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ്.